പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മുണ്ടക്കൈ ചൂരൽമലയിലെ മനുഷ്യർക്ക് അവർക്ക് കേവലം ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ സാമ്പത്തിക സഹായം മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത്. അവരുടെ ജീവിതം പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ കൈമലർത്തുമ്പോൾ അഥവാ ദുരിതാശ്വാസ വിതരണത്തിലെ കേന്ദ്ര സർക്കാർ അവഗണനയിൽ ഇന്ന് UDF പ്രതിഷേധിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള UDF എംപിമാരുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. ദില്ലി പോലീസ് മാർച്ചിന് അനുവാദം ഇതുവരെയും നൽകിയിട്ടില്ല. അനുമതിയില്ലെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ വ്യക്തമാക്കി. വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ രാവിലെ 11 മണിക്കാണ്. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരും. ഒപ്പം ആദിൽ പാലോടും ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു ദില്ലിയിലെ തണുപ്പിനെ ചൂടുപിടിപ്പിക്കാൻ നമ്മുടെ UDF എംപിമാർ, കേരളത്തിൽ നിന്നുള്ള എംപിമാർ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുകയാണ്. ഒരുപക്ഷെ പ്രിയങ്ക പാർലമെന്റിൽ നടത്തുന്ന ആദ്യത്തെ പ്രതിഷേധം നമ്മുടെ വയനാടിനു വേണ്ടിയാവും. സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞതിനു ശേഷം എങ്ങനെയാണ് പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്? ആർക്കെ അതിൽ ഡോക്ടർ അരുൺകുമാർ, ഇന്ന് കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ അവരെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ട് ഈ വയനാട് വിഷയം ഉന്നയിക്കുക എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർലമെൻറ്റ് മാർച്ച് എന്ന സമരപരിപാടി അടക്കം അവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ ജനപ്രതിനിധിയായിട്ട് ഔദ്യോഗികമായിട്ട് ചുമതലയേൽക്കുകയാണ്. അതിനുശേഷം ആദ്യമായിട്ട് ഈ വിഷയം ഉന്നയിച്ച് ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അനീതി അത് ചൂണ്ടിക്കാട്ടുകയാണ് അവരുടെ ലക്ഷ്യം. നിലവിലുള്ള സാഹചര്യത്തിൽ അടിയന്തര പ്രമേയമായിട്ട് നോട്ടീസ് നൽകാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിന് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എത്രത്തോളം സമയവും സാവകാശവും ലഭിക്കും ആ നോട്ടീസ് സ്വീകരിക്കാനായിട്ടുള്ള ഒരു സാവകാശം അതിന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ ശൂന്യവേളയിൽ ഇത് ഉന്നയിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ ആ ഘട്ടത്തിലും ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ പ്രതിഷേധ പരിപാടികൾ, അദാനിക്ക് എതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വയനാട് വിഷയം എങ്ങനെ ഉന്നയിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് ആദ്യ ദിവസം സാധിക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇത് പ്രിയങ്ക ഗാന്ധിക്ക് ഉന്നയിക്കാൻ അവസരമൊരുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അദാനി വിഷയം രണ്ടാമത്തെ വിഷയമായിട്ട് ഉന്നയിക്കാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അതിനുശേഷം വളരെ ശക്തമായിട്ട് കേരളത്തിൽ നിന്ന് നിരവധി കോൺഗ്രസ് നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വളരെ ശക്തമായിട്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന പാർലമെൻറ്റ് മാർച്ചിൻ്റെ ഭാഗമാകാൻ, എംപിമാർക്കൊപ്പം ഭാഗമാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻപ് പലതവണയും ഈ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം ഈ കഴിഞ്ഞ ലോക്സഭാ കാലത്ത് നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു അവസ്ഥയാണുള്ളത്. സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറാൻ പോലീസിൻ്റെ ഒരു നിലപാട്, പോലീസ് ഇതുവരെ അനുമതി അതിന് നൽകിയിട്ടില്ല. പാർലമെൻറ്റ് മാർച്ചിന് അനുമതി നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ പോലീസുകാർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നിൽക്കുന്നു. പാർലമെൻറ്റിന് പുറത്തേക്ക് ഈ മാർച്ച് വരുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് നിർണായകമായിട്ട് മാറാനായിട്ട് പോകുന്നത്. ഏതായാലും ആ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ സമരം നടക്കുന്നുവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും അവരുടെ ഒരു ഊർജം പ്രിയങ്ക ഗാന്ധി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഇന്ന് സഭയുടെ ഭാഗമായിട്ട് അംഗമായി സത്യവാചകം ചൊല്ലാനായിട്ട് പോവുകയാണ്. അതുമായി